1955 അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് 55 യാത്രക്കാരെയും 4 ജീവനക്കാരെയും വഹിച്ചുകൊണ്ട് പറന്നതാണ് പാൻ അമേരിക്കൻ കമ്പനിയുടെ 914 എന്ന ചാർട്ടേഡ് വിമാനം. എന്നാൽ ആ വിമാനം മിയാമിയിൽ എത്തിയില്ല. തുടർന്ന് വിമാനം വഴിതെറ്റി കടലിൽ പതിച്ചെന്നുൾപ്പെടെയുള്ള ഊഹാപോഹങ്ങളുണ്ടായി. എന്നാൽ അതിനുള്ള തെളിവുകളൊന്നും അധികൃതർക്ക് ലഭിച്ചില്ല. ഒരു സ്വാഭാവികമായ വിമാന ദുരന്തമെന്നാണ് എല്ലാവരും കരുതിയത്. അതിനു മുൻപും വിമാനങ്ങൾ കാണാതായിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 30 വർഷത്തിന് ശേഷം ആ വിമാനം ലാൻഡ് ചെയ്തു. വെനസ്വേലയിലെ കരാക്കസ് വിമാനത്താവളത്തിന്റെ സിഗ്നൽ പരിധിയിലാണ് വിമാനം ആദ്യമെത്തിയത്. അസാധാരണമായി എത്തിയ ആ വിമാനത്തിലെ പൈലറ്റിനോട് വിവരങ്ങൾ തിരക്കിയ എയർ ട്രാഫിക് കൺട്രോൾ ടീം അമ്പരന്നു. മിയാമിയിൽ ഇറങ്ങേണ്ട വിമാനം ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് വെനസ്വേലയിലാണ്. എയർ ട്രാഫിക് കൺട്രോൾ ആശയവിനിമയത്തിന്റെ ഭാഗമായി അന്നേ ദിവസത്തെ തീയതിയും വർഷവും പറഞ്ഞു. ഇതിന്റെ മറുപടി കേട്ടാണ് എല്ലാവരും ഞെട്ടിയത്. പൈലറ്റ് പറഞ്ഞത് 30 വർഷം മുമ്പുള്ള തീയതിയും സമയവുമാണ്. എന്തായാലും വിമാനത്തിന് ലാൻഡിങ്ങിനുള്ള അനുമതി നൽകി എയർ ട്രാഫിക് കൺട്രോൾ ടീം അവരെ സഹായിക്കാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ കൂടി അയച്ചു. എന്നാൽ റൺവേയിൽ ഇറങ്ങിയ വിമാനത്തിൽ അസ്വാഭാവികമായതൊന്നും സപ്പോർട്ടിംഗ് സ്റ്റാഫിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൈലറ്റോ യാത്രക്കാരോ വിമാനത്തിന്റെ പുറത്തിറങ്ങിയില്ല. വൈകാതെ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. പോകുന്നതിന് മുമ്പ് 1955 അച്ചടിച്ച ഒരു റൺവേ കലണ്ടർ പൈലറ്റ് വിമാനത്തിൽ നിന്നും പുറത്തേക്കിട്ടു. ഇതും എയർ ട്രാഫിക് കൺട്രോൾ ടീമുമായുള്ള സംഭാഷണങ്ങളും മാത്രമാണ് അവശേഷിക്കുന്ന തെളിവുകൾ. അന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്ത വിമാനത്തിനെ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചതാണെന്നും അതൊരു പ്രേത വിമാനമാണെന്നും വാദങ്ങളുണ്ട്. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നത് ഇത് വെറും കെട്ടിച്ചമച്ച കഥകളാണെന്നാണ്. വീക്കിലി വേൾഡ് ന്യൂസ് എന്ന പത്രമാണ് ഈ വാർത്ത 1985 പ്രസിദ്ധീകരിച്ചത്. ഇതേ പത്രം ഇതേ വാർത്ത 1992 1993 പ്രസിദ്ധീകരിച്ചു എന്നതാണ്. 1992 പ്രസിദ്ധീകരിച്ച വാർത്തയിൽ വിമാനം ലാൻഡ് ചെയ്തതായി പറഞ്ഞിരിക്കുന്നത് 1992 മെയ് 21 1993 വീണ്ടും വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോഴും 1992 തീയതി തന്നെയാണ് നൽകിയത്. പക്ഷേ 1985 വാർത്തയിൽ 1985 മെയ് ആയിരുന്നു. പത്രത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാൻ ഉടമസ്ഥർ കണ്ടെത്തിയ കുറുക്കുവഴിയാണ് ഇതെന്നാണ് ഈ പിശകുകൾ ചൂണ്ടിക്കാട്ടി ഇവർ വാദിക്കുന്നത്. ഇങ്ങനെയൊരു വിമാനം പോലും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വാദം. എന്തായാലും കൃത്യമായ ഉത്തരം ലഭിക്കാത്ത പ്രഹേളികയായി പാൻ അമേരിക്ക 914 വിമാനം തുടരുന്നു.